വാഴവര സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ദേവാലയത്തിൽ സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. ദേവാലയത്തിന്റെയും കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. വാഴവര സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെയും കോതമംഗലം മാർ ബസേലിയോസ് സെന്റർ കോളേജ് സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പല്ലിന്റെയും മോണയുടെയും രോഗങ്ങൾ നിർണയിച്ച് ചികിത്സിക്കുവാനുള്ള അവസരമാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിട്ടത്. ക്യാമ്പിനോടനുബന്ധിച്ച് ഇടവകയിലെ 16 മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. രണ്ടാഴ്ച മുമ്പ് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ്, അതോടൊപ്പം തന്നെ പ്രായമായ ഇടവകയിലുള്ളതായ 70 വയസ്സിന് മുകളിലുള്ളതായ മാതാപിതാക്കളെ ആദരിക്കൽ, ഒപ്പം തന്നെ തോപ്രാംകുടി പെരുന്തൊട്ടിയിലുള്ള സ്നേഹതീരം വൃദ്ധസദനത്തിൽ ഇന്ന് ഈ ഇടവകയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി അവിടുത്തെ അന്തേവാസികൾക്ക് മാതാപിതാക്കൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ, ഡ്രസ്സുകൾ, അതുപോലെ ഉള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നത് തുടങ്ങിയ വിവിധ തരത്തിലുള്ളതായ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇടവകയുടെ നേതൃത്വത്തിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത്. നാനാജാതി മതസ്ഥർക്ക് ആശ്രയ കേന്ദ്രമായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ളതായി ഈ ദേവാലയം ഈ വർഷം അതിൻ്റെ സുവർണ ജൂബിലിയോട് അടുക്കുകയാണ്. 2025 ജനുവരി മാസം 26, 27, 28, 29 തീയതികളിൽ ആഘോഷപരമായ വിപുലമായ പദ്ധതികളോടുകൂടി നടത്താൻ തക്കമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിലെ പൊതുജന ദന്താരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ എബി ആലുക്കൽ ക്യാമ്പ് നയിച്ചു. ഇടവക അംഗങ്ങളും പ്രദേശവാസികളുമായി നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ മനോജ് വർഗീസ് ഇരച്ചേരിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എന്റെ അപ്പായിച്ചേട്ടാ, എന്തോ നേലക്കാട്, നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.